അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ ബാലുശ്ശേരിക്കാരനറിയാലോ, മുജാഹിദ് ബാലുശ്ശേരി. ഇസ്മു മുസമ്മയ്ക്ക് ഒത്ത ഒരാളാണ്. വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള ഒരാളാണ്. എന്നാൽ വലിയ സൈദ്ധാന്തികനാണെന്നാണ് മൂപ്പര വിചാരം. അപ്പോൾ ബുധനാഴ്ച മൂപ്പർ നടത്തിയ ഒരു പ്രസംഗം ബഹുരസാണ് കേൾക്കാൻ. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് നമ്മളൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. ഞാൻ ഒന്നുകൂടി പറയട്ടോ, അതെന്താന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവര് എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാരെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ച സമസ്തയുടെ കുഫർ കനന്തൂവും. ഇവരുടെ എല്ലാരെ കുഫറും അതിന്റെ താഴെയാ, ഇവരുടെ കുഫർ അതിന്റെ മേലെയാ. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ നിരീക്ഷണം. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയാക്കിയാൽ ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു. എന്നാൽ അവർക്ക് പോലും സ്വർഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജിന്നെ സഹായിക്കുന്ന ഒരുത്തം പറയുമ്പോൾ ഓന്റെ ഉള്ളിൽ ഇതെല്ലാം വരും, ഈ വിശ്വാസമൊക്കെ വരും. ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഞാൻ അതായത് ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും, ഒരു മനുഷ്യൻ, ഞാൻ ഇപ്പൊ മൂസനടുത്ത് വരിക, എനിക്ക് 14 ഇപ്പൊ വായ്പാണ്, ഇതിന് വരുമ്പോഴും എന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, മൂസ തരാ വെക്കൂല, അത് പരിഗണിക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത്. അല്ല വെറുതെ ആളെ കുതിരാക്കാൻ വേണ്ടി വരികയാണെങ്കിലോ എന്താ മോലെ നിങ്ങൾ ആളെ കളിയാക്കാതെ ചോദിക്കുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ജിന്നെ സഹായിക്കണമെന്ന് ഒരാൾ കുടുങ്ങുമ്പോ പറയുന്നുണ്ടെങ്കിൽ, നീ ഇരുട്ടത്ത് തപ്പണമെന്നില്ല, പകൽ വെളിച്ചത്തിലായാലും ഒരുത്തം പറയുന്നുണ്ടെങ്കിൽ ഓന്റെ ഉള്ളിൽ ജിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ, വിശ്വാസം ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരും, ഞാൻ വിളിച്ചാൽ കിട്ടും, ഞാൻ വിളിച്ചാൽ സഹായിക്കും, ഞാൻ വിളിച്ചോടത്ത് വരെത്തും എന്ന വിശ്വാസം ഉണ്ട്. അവിടെ ശിർക്ക് വന്നു. ജിന്നെ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല. ഒരു അപകട സന്ദർഭം ഉദാഹരണം, ആ അപകട സന്ദർഭത്തിൽ ജിന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി, അത് ശിർക്കാണ്. ജിന്നെ രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും ശിർക്കായി, എന്ന് വിളിച്ചാൽ ഏതായാലും ശിർക്കായി. അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ ജിന്നിന് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ജിന്നുകളുടെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. ജിന്നെ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല. ഒരു അപകട സന്ദർഭം ഉദാഹരണം, ആ അപകട സന്ദർഭത്തിൽ ജിന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി, അത് ശിർക്കാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല, അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ജിന്നെ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല. ഒരു അപകട സന്ദർഭം ഉദാഹരണം, ആ അപകട സന്ദർഭത്തിൽ ജിന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി, അത് ശിർക്കാണ്. ജിന്നെ രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും ശിർക്കായി, എന്ന് വിളിച്ചാൽ ഏതായാലും ശിർക്കായി. അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ ജിന്നിന് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. വണ്ടിയുടെ നിയന്ത്രണം വിട്ടു, ഈ ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അള്ളാഹിനോട് ചോദിക്കണം. അത് അള്ളാഹ്ക്കായാൽ അള്ളാഹ്ക്കുള്ള ആരാധനയും പ്രാർത്ഥനയുമാണ്, അള്ളാഹു അല്ലാത്തവരിലേക്കായാൽ അവർക്കുള്ള ആരാധനയും അതോടൊപ്പം തന്നെ അത് ശിർക്കുമാണ്. ശരി, ഫൈസൽ മുസ്ലിയാരെ അല്ലെങ്കിൽ മാലിക് സലഫി പറയും, ഇവിടെ ഹാജറായ ജിന്നുണ്ട് എന്നൊരാൾ വിചാരിച്ചിട്ട് ആ ജിന്നിനോട് രക്ഷിക്കണേ എന്ന് തേടിയാൽ എന്താണ് നോക്കുമ്പോൾ? അത് ഹാജറ ജിന്ന ഹാജറ ഇൻസാനോട് ശിർക്കാണ്. ഹാജറ ഇൻസാനോട് ശിർക്കല്ല. അത് വണ്ടി നിയന്ത്രണം വിട്ടു, എല്ലാം കഴിഞ്ഞു, പിന്നെ ഉള്ളുന്ന തേട്ടണ്ട, അതാണ് ഉള്ളുന്ന തേട്ടം വരാണ്ട്. അത് ഹാജറ അടിമതി ഉണ്ടെങ്കിലോ മൂപ്പടും ചോദിക്കാൻ പറ്റില്ല. അപ്പോഴും ശിർക്ക് തന്നെയാണ്. എന്തിനാ ജിന്നിമുഖമാണ്? ബോയ്ക്ക് എപ്പോഴും ജിന്ന് ജിന്ന് ജിന്ന മനസ്സിലുണ്ട്. സ്വരം കയറുമ്പോഴും ജിന്ന്, സ്വരം ഇറങ്ങുമ്പോഴും ജിന്ന്, ഏത് നേരം ജിന്ന് ജിന്ന. നമ്മളെ സംബന്ധിച്ച അങ്ങനത്തെ വിഷയമേ ഇല്ല. ഏത് ഘട്ടത്തിലും യാ അല്ലാ എന്നല്ലാത്ത തേട്ടമില്ല, ഒരു ചോദ്യമില്ല. ഇൻസിനോട് പോലും അനുവദനീയമായ ചോദ്യങ്ങൾ പോലും പരമാവധി ചോദിക്കാതിരിക്കുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക, ബാക്കി റബ്ബിലേക്ക് തവക്കുലാക്കുക. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? നിങ്ങൾക്കാണ് തോന്നുന്നത് അവിടെ ജിന്നുണ്ടാവോ, ഇവിടെ ജിന്നുണ്ടാവോ, അപ്പോൾ ജിന്നുണ്ടാവോ? നമുക്ക് അങ്ങനത്തെ തോന്നലേ ഇല്ല. നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത്, ആയത്തോതേണ്ടത് ഇസ്തിആനത്തുൽ ജിന്ന്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവുമില്ലാതെ മുത്ലഖൻ ജിന്നാണോ ശിർക്കാണ്. അള്ളാന്റെ ഖുർആൻ ആയത്തോതണം. നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലിയോട് ഫോം വിളിച്ച് ചോദിക്കണം. ഇനി അധികമൊന്നും സംസാരിക്കണം. 2-3 ചോദ്യം വന്നല്ലോ. ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറുപടി അപ്പൊ പറയാം. ആയത്തും അതനുസരിച്ച് അതിനുള്ള മറുപടി ചോദ്യങ്ങളും ഉണ്ടാവും.
നിങ്ങളിപ്പോ ഉദ്ധരിച്ച പോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തന്നെയാണ് ഒന്നാമത്തെ ആയത്ത്. കേട്ടല്ലോ, ഇയാളുടെ വലിച്ചു നീട്ടിയ തൊപ്പിയും ആ താടിയും ഇയാളെ കണ്ടപ്പോ തന്നെ കാഴ്ചക്കാരുടെ മുഖത്ത് ഒരു 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 പരിഹാസച്ചിരി വിരിഞ്ഞിട്ടുണ്ടാവും. കാരണം മുജാഹിദുകളുടെ വഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വിധാനത്തിലുള്ള ആളാണ് ഈ ചങ്ങായി. എന്തൊക്കെയാണ് ഇയാളെ പഴയ പല പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ നിന്നാല് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് നമുക്കറിയാം. നല്ല മഷൂറായ പ്രസിദ്ധമായ കുറെ പ്രയോഗങ്ങൾ ഇയാൾക്കുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ഇപ്പൊ ഇയാൾ പറഞ്ഞു വരുന്നത് ലോകത്ത് കഴിഞ്ഞു പോയ മറ്റുള്ള മുശ്രിക്കീങ്ങൾ, ആ മുശ്രിക്കീങ്ങളൊക്കെ അവരുടെ ആ ഷിർക്കും അവരുടെ കുഫറും അതെല്ലാം കൂടി ഒരു തുലാസിനൊരു തട്ടിൽ വെച്ച് ഇപ്പോഴുള്ള സമസ്തക്കാരുടെ ഇയാളുടെ ഭാഷയിൽ കുഫറും ഷിർക്കും ഒക്കെ പാടെ മറ്റൊരു തട്ടിൽ വെച്ചാൽ ആ സമസ്തക്കാരുടെ തട്ടാണ് കനം തൂങ്ങുക എന്നാണ്. ഇവിടെ ബാലുശ്ശേരിയോട് ആയത്തും ഹദീസും ഒന്നും ഓതിയിട്ട് കാര്യമില്ല. ബാലുശ്ശേരിയോട് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, അല്ല ബാലുശ്ശേരി, നിങ്ങൾ ഈ പറഞ്ഞത് പ്രകാരം ഇപ്പൊ സ്വർഗത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയും. കാരണം മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും കുഫാറുകളൊക്കെ ഏതായാലും അവര് സ്വർഗത്തിന് അവകാശികളല്ല. അത് നമ്മളുടെ വിശ്വാസം അങ്ങനെയാണല്ലോ, നിങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ ഇപ്പോ എല്ലാ ആളുകളെയും 25 ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തപ്പോ 5 ലക്ഷത്തിന്റെ സ്വീകരിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് തട്ടിവിട്ട ആളാണ്. യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഹാബിയാണോ? അല്ലല്ലോ, അവിടുന്ന് ഒരു സുന്നിയാണ് എന്ന് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ തന്നെ നിങ്ങൾ പറഞ്ഞ ആളാണ്. അങ്ങനെ ഒരുപാട് കേട്ടാൽ പൊട്ടിച്ചിരി മാത്രം വരുന്ന ഊറിച്ചിരിക്കുന്ന കുറെ പൊട്ടത്തരങ്ങൾ മാത്രം എഴുന്നള്ളിച്ച ഒരാളാണ് താങ്കൾ. അപ്പൊ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് ടീമിലാണ് എന്നറിയില്ല. 8 ആണെങ്കിലും 11 ആണെങ്കിലും 12 ആണെങ്കിലും അതിലധികം ഉണ്ടെങ്കിലും വഹാബി ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പിലാണ് നിങ്ങളെന്ന് എനിക്ക് വലിയ ഒരു പിടിയില്ല. ഏതായിരുന്നാലും നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ വിഭാഗമൊക്കെ സ്വർഗത്തിലില്ല. ആകാശഭൂമികളുടെ വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിൽ ഇപ്പൊ ആള് കുറഞ്ഞു പോയാൽ ആരും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. കാരണം ഈ പറഞ്ഞ ടീം എന്തായാലും അവര് സ്വർഗത്തിന്റെ പുറത്താണ്. നിങ്ങളുടെ ഭാഷയിൽ സമസ്തക്കാരൊക്കെ സ്വർഗത്തിന്റെ പുറത്താണ്. എന്നാ ചോദിക്കട്ടെ, നിങ്ങൾ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് സലാം പറഞ്ഞപ്പോ സലാം അടക്കിയില്ല എന്നൊക്കെ വളരെ വികാര വിക്ഷോഭത്തോടെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. മുഖത്ത് നോക്കിയിട്ട് മുഷിരിക്കാന്ന് വിളിച്ചു നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ടീമും, നിങ്ങൾ ജിന്നൂരിയാണെങ്കിലും വട്ടൂരല്ല മറ്റേ വിഷ്ണമാണെങ്കിലും KNM ആണെങ്കിലും ഏത് ടീമാണെങ്കിലും നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കീങ്ങളാക്കിയിട്ടാണല്ലോ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ സ്വർഗത്തിൽ ഇനി ആരുണ്ട്? ഒരു 2002 ശേഷം നിങ്ങൾ പിളർന്നു തുടങ്ങിയത് അന്ന് മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ. കാര്യമായിട്ട് നിങ്ങൾ പിളർപ്പ് തുടങ്ങിയത്. അപ്പൊ 2000-ലോ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരൊറ്റ വഹാബിയും ഇപ്പൊ എവിടെ ഇല്ല, സ്വർഗത്തിലില്ല. ഒരൊറ്റ സുന്നിയും സമസ്തക്കാരായ ഒരാളും സ്വർഗത്തിലില്ല. ഇപ്പൊ ഇനി സ്വർഗത്തിൽ ആരാണുള്ളത്? അതാണ് ചോദിക്കാനുള്ളത്. ഈ കണ്ട ലോക മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം മുശ്രിക്കാക്കി കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്താണ്. ബാലുശ്ശേരിക്ക് എന്താ അതിനെ കുറിച്ച് പറയുന്നത്? 1000 തെളിവുകളുണ്ട്, 10,000 തെളിവുകളുണ്ട് എന്നൊക്കെ പറയല്ലാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ തെളിവുകളും അത് എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആ തെളിവ് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തെളിവുകളാണല്ലോ. കാരണം സമസ്തക്കെതിരെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിന് അത് അനുകൂലമായിരിക്കും, സമസ്തന്റെ ആ വിഷയത്തിൽ അനുകൂലമായിരിക്കും. അപ്പൊ അവര് സ്വർഗത്തിന്റെ പുറത്തു പോവുകയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർഗത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി സ്വർഗം കാലിയാക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഹിദായത്തിന് നൽകുമാറാവട്ടെ. അത്രേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.